ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ലൈഫ് ടുഗദർ ഹോം ആർപ്പി എന്ന് പറയുന്ന ഗെയിമാണ്. ഇതിൽ കുറേ ഹോം ആർപ്പി ഉണ്ട്. ശരിക്കും എനിക്ക് ഇതിൽ ബ്രോക്ക വേണോ അതിൻ്റെ വീഡിയോ ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതുമാണ്. ഓക്കെ, ഇതിലും അങ്ങനത്തെ ഒരു വേറൊരു റോൾ പ്ലേ ഗെയിമിങ് തന്നെയാണ്. ഓക്കെ, നമ്മളിതിൽ വീടെടുക്കണം. വീട് കുറേ ഉണ്ട്. ഇതിൽ ബ്രോക്കവേൻ്റെ പോലെ അല്ല, ഇതിൽ ഫോണൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇതിപ്പോൾ നിങ്ങൾക്കില്ലേ, നിങ്ങളുടെ ഫ്രണ്ടിനെ എങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ നേരെ ഓക്കെ, ആദ്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഫൈൻഡ് ഹൗസ് എടുത്തിട്ടാ നമ്മൾ ഗെറ്റ് പോർട്ട് ഏതോ ഒരു വീട് എടുത്തിക്കണം. ഫോർ സെയിലിന് ഇട്ടിച്ചിക്കണം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതാണെന്ന് പറയുമോ? ഇതിൽ എന്തോ ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസിക്ക് ഒരു കാർ പോർച്ചാണ്. ശരിക്കും അതിൻ്റെ താഴത്തേക്ക് വണ്ടി പോകാൻ പറ്റിയൊരു കാർ പോർച്ചിൽ വീട്. ഇത് ഉണ്ടോ ഈ വീട് കേട്ടോ, ബിൽഡാക്കിക്കണം. അപ്പോൾ നമ്മളുടെ സെറ്റാക്കണം. ഇനി നമ്മളില്ലേ ഇതിൽ നമ്മൾ ഹോം നോക്കുമ്പോൾ ഫൈൻഡ് ഹോം അല്ല വരിക, നമ്മൾ ഇതിൻ്റെ ഇതാണ്. ഇതിൽ പേസ് പറഞ്ഞൊരു സാധനം അതിൽ കയറി നോക്കിയാൽ ഇതിൻ്റെ പേര് കൊടുത്തിക്കണേ. അതിൻ്റെ താഴത്ത് ആഡ് പ്ലെയർ ആക്കിയാൽ എനിക്ക് ഇതിൽ കുറേ ആൾക്കാരുണ്ട്. ഇതിൽ ആരാണെങ്കിലും എനിക്ക് എൻ്റെ ഫ്രണ്ടാക്കി യൂസ് ചെയ്യാം. എൻ്റെ വീട് ഓൾക്ക് തുറക്കാനൊക്കെ പറ്റും. ഓൾക്ക് ചിലപ്പോൾ വീടുണ്ടെങ്കിലും ഓലെ വീടും എൻ്റെ വീടും താഴത്തിങ്ങനെ എഴുതി കാണിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് നേരെ അപ്പോൾ നമ്മളിവിടെ ഒരു കാർ എടുക്കണം. കാർ എടുത്താണ് നമുക്ക് താഴത്തേക്കൊക്കെ. അപ്പം എങ്ങനെയാണ് സെറ്റ് ഒരു കാർ എടുക്കണം. കാർ ഇപ്പം ഏതെടുക്കുക? കുറേ കാറുണ്ട് കേട്ടോ ഇതിൽ. ഞാൻ ഇപ്പോൾ ഇതിലില്ലേ ഒരു ലംബോർഗിനി എന്തോ ഒരു ലംബോർഗിനി എടുത്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളുടെ കാർ ഇതാ ഇവിടെ ഇങ്ങനെ ആയിക്കാണ്ട് വെച്ചെടുത്തുണ്ടോ, ലംബോർഗിനി ഹുറാത്ത് എന്തോ ഒരു പേരുണ്ട്. ഓക്കെ, ഇത് കറക്റ്റ് അറിയാം. ലംബോർഗിനിയാണ് ബ്രാൻഡിങ് മനസ്സിലാക്കണം. ഓക്കെ, കാറിൻ്റെ ബ്രാൻഡിൽ ലംബോർഗിനിയാണ് മനസ്സിലാക്കണം. ഓക്കെ, വണ്ടി തന്നെ കയറാണ്. ഒരു മിനിറ്റ്. വയസ്സ് നമ്മൾ പുറത്തേക്ക് കണ്ടോ, ഇവിടെ ഒരു സ്വിച്ച് കണ്ടോ? ഈ സ്വിച്ച് നമ്മൾ നിൽക്കുക. ഇതാ നോക്കിക്കൊണ്ടിട്ടോ, തിരിയണില്ലല്ലോ. അല്ല വണ്ടി ഇതാ താഴത്തേക്ക് പോയിക്കണം. ഇനി അത് എത്ര സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സൈഡാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെ പോയിക്കാണ്ടാണ്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കാണ്ട് ഈ വാതിൽ ഓർക്കണം. വാതിൽ കണ്ടോ, ഇവ നിൽക്കിയാൽ ഓപ്പൺ കാണും. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോവുക. നല്ല ഹാങ് ഉണ്ട് വയസ്സ്. നമ്മൾ ഇങ്ങനെ പോവുക, നേരെ പോയിക്കാണ്ട് ചാടി കളിച്ചു. ഓക്കെ, ഇവിടെ വാതിലുണ്ട്, അത് തുറക്കണം. താഴത്തേക്ക് സ്റ്റെപ്പ്. ചില വാതിലും ലോക്കാക്കേണ്ട ആവശ്യം. നമ്മളെ കാറ് ചില വാതിലും ലോക്കാക്കേണ്ടി. ഇത് ലോക്കാക്കാം. ഇതൊന്നും ലോക്കാക്കി വെച്ചാൽ ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ വീണ്ടും ഉള്ളിൽ കയറിയാണ്ട് ഇത് ചിലപ്പോൾ തുറക്കാൻ പറ്റാമെന്നാ പറയാം. ഇവിടെ നിൽക്കിയാലും മുകൾക്ക് പോവും. ഞാൻ എനിക്ക് കാണിക്കണില്ല എന്ന് വെച്ചാൽ ഇനി മുകൾക്ക് ഇതൊക്കെ ലോക്കാണല്ലോ. ലോക്കൊക്കെ ചെയ്യണം. ഓക്കെ, ക്ലോസ് ആക്കിയിട്ടില്ലോ, ഇനി ആവശ്യമില്ല. ലോക്കായി. ഇവിടെ റൂമുണ്ട്. ഇവിടേക്കാണ്ട് ഈ റൂം ഇട്ടാ ചേട്ടാ. ഇത് റൂമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇത് എന്തൊരു കേൾക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. എനിക്ക് എൻ്റെ ഉള്ളിൽ കയറണം. ഇതൊന്നും ഇത് നല്ല ഹാങ്ങിങ് കിട്ടുമോ? പനങ്ങി ആ ടച്ച് നമുക്ക് നല്ല സുഖം കിട്ടൂല. ഈ വാതിലാണ് തിയേറ്റർ. ശരിക്കും ഒരു അങ്ങനെ സ്ക്രീനിലൊന്നും ഇല്ല കേട്ടോ. വെറുതെ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുക, ആ ഫീല് മാത്രമേ ഉള്ളൂ. നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ സിറ്റി ഒന്ന് ചുറ്റിയാലോ? ഇവിടെ സിറ്റി ഒന്ന് ചുറ്റി വരാം. അതല്ല, സിറ്റി ചുറ്റി നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തരാം. ഇവിടെ അല്ല, ഇത് വേറെ എന്തോ ഒരു ഇവിടെ അല്ലല്ലോ സ്വിമ്മിംഗ് പൂൾക്കില്ല. ഈ വഴി തന്നെ ഓപ്പൺ. ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ
ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇവിടെ കളർ മാറ്റാം. ഞാൻ ട്രിക്കിനെ കാണിച്ചു തരാം. ഇവിടുന്ന് കളർ മാറ്റിയാൽ ഇതാ ഇവിടുന്ന് കളർ മാറ്റിയാൽ അവിടുത്തെ മാറും കേട്ടോ. അങ്ങനെ ഒന്നുണ്ട്, അവിടുത്തെ മാറും. അടിപൊളിയാറുണ്ടോ. അതല്ല ഇതിലൊക്കെ എന്തൊരു പച്ചൻ്റെ ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. മുകളിൽ കണ്ടോ ഈ സ്വിച്ച് കണ്ടോ, നിൽക്കുമ്പോൾ ചോപ്പാണ്ട്. നേരെ നമ്മൾ ഇന്ന് അടങ്ങാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഹോമൊക്കെ നേരെ ഗോ ടു ഹോമൊക്കെയാണ്. നമ്മൾ നേരെ വീണ്ടും പുറത്തേക്ക് എത്തിക്കോളും. സുഖമല്ലേ. ഇത് ഓട്ടോമാറ്റിക് ഉന്തി പുതിയ ടെക്നിക്ക്. ഓട്ടോമാറ്റിക് ഉന്തും അറിയില്ല സത്യം അറിയില്ല. അടിപൊളി ഫീച്ചർ കേട്ടോ വണ്ടിയിൽ. എന്താ പറയുക, സ്പീഡ് കൂട്ടാൻ ഓപ്ഷൻ ഉണ്ട് ഗൈസിൻ്റെ. പൈസ ഒറിജിനലല്ല, നമ്മളുടെ ഇതിൽ ഒറിജിനലല്ല റോബോക്സൊക്കെ. ഇതിൽ ഇതുണ്ടോ മാപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ഫോണിൽ കുറേ അതിനാണ് സ്നാപ്ചാറ്റ് ലൈഫ് സ്നാപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഫോട്ടോ എടുക്കണ്ടോ, ഇങ്ങനെ ഫോട്ടോ എടുക്കുക. കുറേ ഫിൽറ്ററൊക്കെ ഉണ്ട്. നിൽക്കുക ഞാൻ ആർക്കാണ് സെൻഡ് ചെയ്യുക. അതുപോലെ സ്റ്റോറി ഇട്ടോ, സ്റ്റോറി ഉണ്ട് ഗൈസ്. ഞാൻ ഇട്ടോ സ്റ്റോറി ഇട്ട് നമുക്കിടാം. അതോ ഇതിൽ ഗെയിംസ് ഉണ്ട് ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഗെയിംസ് അതോ ഫ്ലിപ്പ് ബാഡ് എന്തൊരു ഗെയിമില്ലേനോ അതൊക്കെ ഉണ്ട്. അതിനൊരു കോപ്പി ഗെയിമാണെന്നുള്ളൂ കേട്ടോ. അടിപൊളി സെറ്റ്. പിന്നെ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൽ വെറൈറ്റി ഡ്രസ്സ് ഇട്ടോ ആൾക്കാരിട്ട്. നമുക്ക് തന്നെ അത് കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഞാൻ എന്താ പറയുക അന്ന് ബ്രോക്കവൻ കളിച്ചപ്പോൾ തന്നെ എനിക്ക് സുഖമുള്ള ഡ്രസ്സ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് മാപ്പ് ഫുള്ള് ചുറ്റണം. മിഷൻ ഇല്ല. പക്ഷേ നിങ്ങൾക്കില്ലേ ഏറ്റവും നിങ്ങൾ GTA 5 കളിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ റോബ്ലോക്സിൽ ഹോം RP ഗെയിംസ് കളിച്ചാൽ മതി കേട്ടോ. അടിപൊളി വൈപ്പേക്കാരും. ഇനി ഇതിൽ മൾട്ടിപ്ലെയർ എന്താ പറയുക മൈൻക്രാഫ്റ്റിൻ്റെ പോലത്തെ വീടുണ്ട്. നമ്മളിവിടെ എത്തിയ നമ്മളിവിടെ പോയി നമ്മളിവിടെ തന്നെ എത്തിയൊന്നാണ് കേട്ടോ. നോക്കട്ടോ മാപ്പിലുണ്ടാവും ആറ് വീടാണെങ്കിലും. നമ്മൾ തോന്നല്ല ഇതേതൊരു ഡിസീൻ്റെ ഹൗസ് എന്തുവാണ്. നമ്മളെ ഹൗസ് പണിയൊന്നുമല്ല. ഞാനിവിടെ ഇട്ടോ എപ്പോഴും ഹൗസൊക്കെ എൻ്റെ ഹൗസാണ്. എവിടെയാണ് ആവട്ടോ. അയ്യോ മാപ്പ് ഉണ്ടായാലും സുഖമാണ് കേട്ടോ വീട്ടിൽ പോകാൻ. വീട്ടിൽ നമ്മളെ പേരവിടെ എഴുതി കാണിക്കും. അതുണ്ട്. ഡാൻസിൻ്റെ അത് നിങ്ങളുടെ അടുത്തൊരു ഇതിത്തെ 1000 റോബോക്സ് ഉണ്ടെങ്കിൽ 1000 റോബോക്സ് ഉണ്ടെങ്കിൽ ഇത് കണ്ണിൻ്റെ വരേണ്ട ചിത്രം അത് നോക്കിയാൽ ഇതാ ഇൻവിസിബിൾ മോഡ് ബൈയൊക്കെ പൈസ 1000 റോബോക്സാണ് വേണ്ടിയത്. അതിനൊരു ആപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ എഴുതി കയറ്റിയാൽ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടാവും. ആപ്പിൻ്റെ പേരാണ് ഹാപ്പി മോഡ്. ഗൂഗിളിൽ നിന്ന് കയറ്റിയാൽ മതി കേട്ടോ ഗൈസ്. ഓക്കെ നമ്മൾ നേരെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിലത്തെ വേറെ ഗെയിമിനെ കുറിച്ച് പറയും. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരിക. ബൈ. See you.